അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചൊല്ലാൻ പറ്റിയ ഒരു ബൈത്ത് ജീവിതത്തിൻ്റെ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, എന്ത് പ്രയാസമാവട്ടെ, അതൊക്കെ കെട്ടുകഴിക്കുന്നൊരു വലിയ ബൈത്ത് നിങ്ങളൊക്കെ പഠിച്ചു വെക്കണം. വിശ്വാസികളോടാണ് ഞാൻ ഈ പറയുന്നത്, വിശ്വാസികളോടാണ് ഈ സംസാരിക്കുന്നത്. അല്ലാത്തവർക്ക് ഇത് ശ്രദ്ധിക്കേണ്ടതില്ല. ഏറ്റവും നല്ല എന്തൊക്കെ പ്രയാസം ജീവിതത്തിലുണ്ടോ, എന്ത് കാര്യം നടക്കണോ, ഇനി വല്ല സീറ് കണ്ണേറ് തുടങ്ങി നമുക്ക് വല്ല ഷെറുകളുണ്ടോ, ഇതിനൊക്കെ പരിഹാരമാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തൻ്റെ സീക്രട്ട് സിറുകളിൽ നിന്ന് ചൊല്ലിയ 40 കാഫിൻ്റെ ബെയ്ത്ത്. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ, വളരെ പ്രതിഫലമാണ്, ഭയങ്കര ഗുണമുള്ള കാര്യമാണ്. ഇതിങ്ങനെ ചൊല്ലി ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ 40 കാഫാണ്. വളരെ അർത്ഥവത്തായ അർത്ഥമാണ് അതിൽ. ചെറിയ അർത്ഥമൊന്നുമില്ല, വലിയ അർത്ഥമാണ്. പക്ഷേ എന്നെപ്പോലുള്ള ആളുകൾക്കൊന്നും അത് വിശദമായിട്ട് പറയാൻ അറിയില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. തൻ്റെ സിറുകളിൽ നിന്ന് ഗൗസുൽ ആലം ചൊല്ലിയ ആ ബൈത്ത്, കഫാക റബ്ബുക കം യക്ഫീക വാക്കിഫതൻ കിഫ്കാഫുഹാ കകമീ നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു ശക്ക് ശക്കതൻ കല്ലത്തിലക്കൽ കലിക കഫാക മാഫി കഫാക്കൽ കാഫു കുർബത്തുഹു യാ കൗകബൻ കാനത കി കൗകബൽ ഫലിക. ഫലിക എന്നും ഫലക എന്നുണ്ട്. കഫാക്ക റബ്ബുക്കം, നിനക്കെല്ലാത്തിനും നിൻ്റെ റബ്ബ് മതി. യക്ഫീക വാക്കിഫത്തൻ, എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയെന്നറിയോ? നിൻ്റെ പാസ്റ്റിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തെല്ലാം പ്രതിസന്ധികൾ കഴിഞ്ഞുപോയി. അതിനൊക്കെ നിന്നെ അള്ളാഹ് രക്ഷപ്പെടുത്തിയില്ലേ? കിഫ്കാഫു ഹാക്കക്ക മീ മിൻകാന മിൻകലിക. ഏത് കെട്ടിക്കുടുങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന്, ജനങ്ങളെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നീ ഇതുവരെ എത്തിയില്ല. അതൊക്കെ നിൻ്റെ റബ്ബ് ചെയ്തതല്ലേ? ആ റബ്ബില്ലേ നിനക്ക്? ആ റബ്ബ് മതി നിനക്ക്. ആ റബ്ബാണ് എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കുക. കഫാക റബ്ബുക്കം യക്ഫീക വാക്കിഫത്തൻ കിഫ്കാഫു ഹാക്കമ്മി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു ശക്ക് ശക്കതൻ കല്ലത്തിലക്കൽ കലിക. നൂലാമാലകളെ കൊണ്ട്, അതായത് സിംഹം മുന്നിലേക്ക് വന്ന് ചാടി വീഴുന്നത് പോലെ അവസ്ഥകൾ നിൻ്റെ മുന്നിലുണ്ടായിട്ടുണ്ട്. സിംഹം മുന്നിലേക്ക്, അതൊക്കെ ഒരു ഭാഷാ ശൈലിയാണ് കേട്ടോ. സിംഹം മുന്നിലേക്കുണ്ട് ചാടി വന്ന് വീഴും പോലെ നിൻ്റെ പ്രശ്നങ്ങൾ, അത്രയും രൂക്ഷമായ പ്രശ്നങ്ങളിൽ നിന്ന് പോലും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ റബ്ബ് മതി നിനക്ക്. ആ റബ്ബാണ് നിന്നെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കുക. കഫാക്ക മാഫി കഫാൽ കൽക്കാഫ് കുർബത്തുഹു യാ കൗകബൻ കാനത്തഹ്കി കൗകബൽ ഫലിക. ഈ ഭൂലോകം കംപ്ലീറ്റ് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും പടച്ച റബ്ബിനെ പിടിച്ചോ, അവൻ നിന്നെ രക്ഷപ്പെടുത്തും. എല്ലാറ്റിനും പരിഹാരമുണ്ട് എന്നുള്ള ഈ 40 കാഫ് കൊണ്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ചൊല്ലി. അതിൻ്റെയൊക്കെ അർത്ഥം ഓരോന്ന് വലിയ വലിയ അർത്ഥങ്ങളായിരിക്കും. അറിയുന്ന കൊച്ചർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. ആ ബെയ്ത്ത് നന്നെ പഠിച്ചു വച്ചിട്ടേ അതിങ്ങനെ ചൊല്ലിക്കോളി. എന്ത് പ്രതിസന്ധി ആവട്ടെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി ഒരു 10 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചൊല്ലി നോക്കിയേ. അതിങ്ങനെ ചൊല്ലി വരുമ്പോൾ തന്നെ കൽബിൻ്റെ കെട്ടുകളൊക്കെ മാറും, ഈമാൻ വർദ്ധിക്കും, ഇബാദത്ത് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകും.
ആരെന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും നമ്മുടെ മനസ്സിന് നല്ല ധൈര്യം കിട്ടും. എനിക്കെൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബ് എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകും എന്ന 40 കാഫിൻ്റെ ബെയ്ത്തൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കും എല്ലാവരും. അതെല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. കഫാക്ക റബ്ബുക്കം യക്ഫീക വാകിഫതൻ കിഫ്കാഫുഹാ കക്കമി നിൻകാന മിൻകലിക തകുറു കറൻക കരിൽ കരി ഫീ കബദി തഹകീമു ശക്ശകതൻ കല്ലത്തിലക്കൽ കലിക കഫാക മാഫി കഫാക്കൽ കാഫു കുർബതഹു യാ കൗകബൻ കാന തഹകി കൗകബൽ ഫലിക. അതെല്ലാവരും ഒന്ന് ചെല്ലുക, പഠിച്ചു വെക്കുക. എന്ത് പ്രതിസന്ധികളും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളും.